കൈവെള്ളയിലെ മൈലാഞ്ചി മൊഞ്ച് മായും മുന്നേ ഒരു പുതുമണവാട്ടിയുടെ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞ ദിനമായിരുന്നു ഇന്നലെ. സന്തോഷത്തോടെ മധുവിധു ആഘോഷിക്കാനായി പോയതായിരുന്നു രണ്ടുപേരും. പക്ഷേ തിരിച്ചെത്താൻ പോകുന്നത് പുതുമണവാട്ടിയുടെ വെള്ളത്തുണി പുതപ്പിച്ച ശരീരമാണെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടാകുമോ? തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ഭർത്താവ് ആഷിഖ് ഇതുവരെയും തന്റെ പ്രിയതമയുടെ മരണവിവരം അറിഞ്ഞിട്ടില്ല. വിധിയുടെ ക്രൂരത എന്നല്ലാതെ ഇതിനെ മറ്റൊന്നും തന്നെ വിശേഷിപ്പിക്കാനാകില്ല. അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ ഇങ്ങനെയൊരു അപകട മരണം ആ പെൺകുട്ടിയെ തേടിയെത്തുമായിരുന്നില്ല. മാർച്ച് 28-നായിരുന്നു പാലക്കാട് കൊടുവായൂർ സ്വദേശി ആഷിഖിന്റെയും പുൽപ്പള്ളി സ്വദേശിനി നൌഷിജയുടെയും വിവാഹം നടന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്ന ആഷിഖ് തിരികെ പോകുന്നതിന് മുൻപ് പ്രിയതമയ്ക്കൊപ്പം ഒരു മധുവിധു യാത്ര ആഗ്രഹിച്ചിരുന്നു. കോവളത്തെ തിരമാലകളും കന്യാകുമാരിയിലെ അസ്തമയവും കണ്ട് മടങ്ങാമെന്ന മോഹവുമായി ആ കൈകൾ കോർത്തുപിടിച്ച് അവർ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയതായിരുന്നു. വീട്ടിൽ നിന്നും കൊടുവായൂർ വരെ ആഷിഖിന്റെ പിതാവ് നിജാമുദ്ദീനും ഒപ്പമുണ്ടായിരുന്നു. പാലക്കാട് നിന്നും വോൾവോ ബസ്സിലായിരുന്നു തിരുവനന്തപുരത്തേക്കുള്ള യാത്ര. ഇന്നലെ രാവിലെ തിരുവനന്തപുരത്ത് എത്തിയ ശേഷം വിളിച്ചിരുന്നതായും കുടുംബാംഗങ്ങൾ പറയുന്നു. എന്നാൽ പിന്നീട് കേട്ടത് നൌഷിജയുടെ മരണവിവരമാണ്. നടപ്പാതയിലൂടെ നടന്നു നീങ്ങുന്നതിനിടെ നിയന്ത്രണം വിട്ട വാഹനമിടിച്ച് ഇരുവർക്കും പരിക്കേറ്റു എന്ന് മാത്രമായിരുന്നു ആദ്യം ബന്ധുക്കളെ അറിയിച്ചിരുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നൌഷിജ മരണത്തിന് കീഴടങ്ങിയിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന ആഷിഖ് നൌഷിജയുടെ മരണവിവരം ഇതുവരെയും അറിഞ്ഞിട്ടില്ല. ഇന്നലെ രാവിലെ 10:30-യോടെയാണ് അപകടം സംഭവിക്കുന്നത്. കുറുവൻകോണം ഭാഗത്തു നിന്ന് കവടിയാറിലേക്ക് പോവുകയായിരുന്ന കാറ് സാൽവേഷൻ ആർമി സ്കൂളിന് സമീപമെത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട നൌഷിജയെയും സംഘത്തെയും ഇടിച്ച് തെറിപ്പിച്ച ശേഷം റോഡിലേക്ക് ഇറങ്ങി സ്കൂട്ടറിലേക്കും 2 കാറിലേക്കും കൂടി ഇടിച്ചാണ് നിന്നത്. ആഷിഖിനെയും നൌഷിജയെയും കൂടാതെ നൌഷിജയുടെ ബന്ധു അഷ്മ ഉൾപ്പെടെ 6 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ആന്തരികാവയവങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റ ആഷിഖിനെ വിദഗ്ധ ചികിത്സയ്ക്കായി പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഈ മാസം 16-ന് ജോലിസ്ഥലത്തേക്ക് തിരികെ പോകേണ്ടിയിരുന്ന ആ യുവാവിന് പ്രിയതമയുടെ ചേതനയേറ്റ ശരീരം കാണാൻ പോലും വിധിയുണ്ടായില്ല. ചിരിച്ചു കളിച്ച് യാത്ര പോയ മകളുടെ ചേതനയേറ്റ ശരീരം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആ മാതാപിതാക്കളുടെ വേദന വാക്കുകൾക്കപ്പുറമാണ്. അകാലത്തിൽ നൌഷിജ ഈ ലോകത്തോടെ യാത്ര പറയുമ്പോൾ ബാക്കിയാകുന്നത് തോരാത്ത കണ്ണീരും ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളും മാത്രമാണ്. അതേസമയം തന്നെ രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്നാണ് കാറിന്റെ നിയന്ത്രണം വിട്ടത് എന്നാണ് ഡ്രൈവറായ കുറവൻകോണം സ്വദേശി മോഹൻ തോമസ് പോലീസിന് മൊഴി നൽകിയത്. ഇയാളുടെ ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷം പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തും. ഇവരുടെ ബന്ധുവായ അസ്മ തിരുവനന്തപുരത്ത് വിദ്യാർത്ഥിനിയാണ്. അഷ്മയെ കണ്ടതിനു ശേഷം മൂവരും കൂടി നടപ്പാതയിലൂടെ നടന്നു വരുമ്പോഴായിരുന്നു വാഹനം ഇടിച്ചു തെറിപ്പിച്ചത്. റോഡിന്റെ ഇരുവശത്തും സുരക്ഷാവേലികൾ ഇല്ലാത്തതിനാലാണ് ഇങ്ങനെയൊരു അപകടം സംഭവിച്ചത് എന്ന ആക്ഷേപവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. സുരക്ഷാവേലി ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടത്തിന്റെ തീവ്രത കുറയുമായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ ചൂണ്ടിക്കാണിച്ചു.